ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ½ kg വെയിറ്റ് വരുന്ന ഒരു പിസ്താച്ചിയോ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇതെടുത്തിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ചിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ എഗ്ഗ് ഒന്ന് ബീറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എഗ് മിക്സ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും കുറഞ്ഞ സ്പീഡിലേക്ക് മാറ്റുക. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ഒരു 30 സെക്കൻഡ്സ് മാത്രം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിസ്ത ഏലാച്ചി മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ പിസ്തയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അതൊരു 3-4 ഡ്രോപ്സ് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപ്പായിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള മിൽക്ക് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പിസ്ത എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പീസ് കേക്ക് ഇവിടെ വച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ കളറും അതുപോലെ തന്നെ 2 ഡ്രോപ്സ് യെല്ലോ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ഫിനിഷ് ചെയ്ത ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ട് കേക്കിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു 2 ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ എഡ്ജിലായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി
വൈറ്റ് ക്രീമിൽ തന്നെ 2-3 ഫ്ലവേഴ്സ് കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്തിട്ടുള്ള ലീഫും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്കിൽ റൈറ്റിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. താങ്ക്